ഞാൻ എൻ്റെ ഇൻവെന്ററി ഒന്ന് ഇത് ചെയ്തോട്ടെ. ആരോ പെണ്ണ് കിട്ടിയ സാധനം ഇതെല്ലാം ഞാൻ കണ്ടിന്യൂ വിഷമിച്ചിരിക്കാം. ഡ്രോപ്പ് ജെറിക്കാൻ ഡ്രോപ്പ് ഡ്രോപ്പ് ഡ്രോപ്പ്. ഈ താക്കോലൊക്കെ വീണ്ടും കിട്ടൂലേ? ഈ താക്കോലെല്ലാം ഡ്രോപ്പ് ചെയ്താ വണ്ടി കിട്ടാതിരിക്കുവോ? കിട്ടും കിട്ടും. ആ ക്ലാസ്സാ ഇത്? ആർക്ക്? പവർ ബാങ്ക്. ഇതൊന്ന് കൊറേ ദിവസമായി ഞാൻ ഡ്രോപ്പ്. കോപ്പി സീരിയൽ നമ്പറാ. ഇതൊക്കെ എന്താണ് ഈ ബ്ലൂ സോറ്? ഡ്രോപ്പ് റമ്മ്. ഇതൊക്കെ നമുക്ക് സാബ്ഗുരു തന്ന സാധനങ്ങളല്ലേ ഇതെല്ലാം? ഇതിവിടെ ഇരിക്കട്ടെ, എപ്പോഴും എനിക്ക് കാണാം. ഡ്രോപ്പ് ഡ്രോപ്പ്. என்ன சார் பண்றீங்க? தியானமானோ? അല്ല 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 എന്നെ ഇറക്കി വിടല്ലേ. ദാനമല്ല, ഒരു ഞാൻ എന്റെ ഇൻവെന്ററി ക്ലിയർ ചെയ്യണം കോച്ച്. കടലിൽ നടക്കുന്ന அது வேற மாதிரி இருக்கு. நான் சொல்றது இந்த இன்வென்டரி கிளியர். കടൽക്കുള്ള പോയി ചൂടുണ്ടോടാ? ഈ ഭാഗത്ത് മാത്രം ചൂടുണ്ടോളിയാ. മാറ ചൂടുണ്ടോ? പരിപാടി ഉണ്ടോ ശരിക്കും? മറ്റേ എന്തെല്ലാരും കടലിൽ ഡ്രസ് അരക്കിലോ ഇറച്ചി കഷ്ണം എന്റെ ഇറ്റാലിയൻ. ഇതൊക്കെ വർക്കാവുന്ന സാധനമാണ്. ഇതൊക്കെ കുടിച്ചാ എന്തെങ്കിലും പറ്റുവോ? ഇത് കുടിച്ചാ അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും കൂടുവോ? അയ്യോ, ചെമ്പാഗ്നി ചെമ്പാഗ്നി ചെമ്പാഗ്നി. എന്റെ അമ്മോ, ഇന്നാണ് എന്റെ ഇൻവെന്ററി ഒന്ന് നീറ്റ് ആയത്. 3 എണ്ണം അടിക്കണം. 3 എണ്ണം അടിച്ചാ ഫ്ലാറ്റ്. പിന്നെ നോക്കട്ടെ, 3 എണ്ണം അടിച്ചു നോക്കട്ടെ. ബ്ലൂ സോർ യൂസ്. നോക്കട്ടെ. 1 2 എന്താ ഓടിക്കുന്നേ? ഒരു മിനിറ്റടാ. 3 എന്റെ ഫോണില്ലടാ, ചാർജിന് ഇട്ട് ഓഫ് അണ്ണാ എന്തുപറ്റി? ഒന്നുമില്ല. ഓക്കെ, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. കാണാൻ പോയി. അണ്ണ എന്ത് പറ്റി? സാബുവിന്റെ ഒരു സാധനം അടിച്ചു നോക്കിയതാ. സാബുന്റെ സാധനം അടിച്ചാ? ഞാൻ തരാം. അണ്ണാ എന്റെ സാധനം കണ്ട? ഇത് സാബുന്റെ. സോറി സോറി, ഞാൻ കത്തിച്ചപ്പോ അത് 3 എണ്ണം കൂടി. ആ ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. അണലിൽ ഇതുണ്ടാ? ഇത് എന്റെ മാത്രമല്ല, എക്സ്ക്ലൂസീവ് സാറാ. ഇത് കണ്ടാ സാബുവിന്റെ അടിച്ചു പറ്റിയത്. ഇതെല്ലാം എന്റെ ഉണ്ട്. സാബുവിന്റെ കടലുള്ള എല്ലാം എന്റെ ഉണ്ട്. ഇതാരാ? അയ്യോ സോറി സോറി ഇല്ല വിഷയം കുഴപ്പമില്ല, അറിയാതല്ലേ അറിയാതല്ലേ. സോറി ചേട്ടാ. നീ അടങ്ങിയിടാ. സോറി സോറി സോറി. No concealment. No concealment is this concealment is scheduled do not trigger any major robberies or situation with PD. കണ്ട, റോബറി അടിക്കരുത് മൊത്തം. റോബറി അടിക്കാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് ഇപ്പം ഷെയ്ക്കിന്റെ ഇതങ്ങ് ഉദ്ഘാടനം ചെയ്യാം. അവരുടെ പരിപാടി തെറ്റിട്ട് നമ്മള് നമ്മുടെ സമയത്ത് ഉദ്ഘാടനം ചെയ്യാന്നോ? അല്ലെങ്കിൽ അണ്ണാ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ കാര്യം പറയട്ടാ, എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തോ ആള് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന്.
നിന്റെ ഈ പ്രതീക്ഷയാണ് നിന്നെ തളർത്തുന്നത്. കാര്യമായിട്ട് ഇതെന്തോ എനിക്ക് ഇനി സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഗസ് ചെയ്യില്ല. സർപ്രൈസ് എന്നെ ആർക്കും സർപ്രൈസ് ചെയ്യാൻ പറ്റൂല. പുള്ളി കാര്യമായിട്ട് എന്തോ എനിക്ക് എന്നെ ഞെട്ടിക്കാൻ എന്തോ വെച്ചിട്ടുണ്ട് സംഭവം ഇന്ന്. അന്ന് നോക്കിയോ അല്ലെങ്കിൽ ഇവന്റെ ലുക്ക് നോക്കണ്ണ. ആരുണ്ട് ഇവൻ? ആര് ഇവൻ ഈ പയ്യൻ കൊള്ളാല്ലേ? വാസന്റെ കുളിച്ച് കയറിയാട്ടാ. അണ്ണാ ആദ്യം അണരാന്ന് ഓർത്ത് ഇവന്റെ അടുത്താ പോയി മിണ്ടിയത്. അണ്ണാ എന്തൊക്കെയുണ്ട് വിശേഷം? നീ സുന്ദരനെ ഉണ്ടല്ലോടാ. എന്തൊക്കെയാണ് വിശേഷം? എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇതല്ല അണ്ണൻ, അതാ എന്താ പേരെന്താ? എന്റെ പേര് മുത്തു. മുത്തു മുത്തു. ഓക്കെ മലയ്ക്ക് പോകാൻ ഇറങ്ങിയത്. ചന്ദ്ര വന്നേ. പള്ളിക്കെട്ട് ചന്ദ്ര അണ്ണ ഇതാരെന്നറിയോ? അതാണ് ലൂക്ക ജെയർ. മലയ്ക്ക് കിടന്നു മറ്റേ ഫസ്റ്റ് ലീഡർ ബോൾ ഫസ്റ്റ് ഉള്ളവൻ. ഇതവൻ അതാണ് പറഞ്ഞ പഠിച്ച കവൻ. ശബരിമലക്ക് പോണത്. ഓ ലൂക്ക ജെയർ ശബരിമലയ്ക്ക് പോണത്. നമ്മളെക്കാട്ടെ വലിയ കള്ളന്മാരുള്ള സിറ്റിയാണ് ഇത്. 600 പേരെന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കി എന്തൊക്കെ തെണ്ടിത്തരവന്മാര് കാണിക്കണം. കൊച്ചു സിറ്റി കിടന്നു 100 പേരുണ്ടപ്പോഴത്തേക്ക് സിറ്റി ഞെരുങ്ങി നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനേ ക്രിസ്ത്യാനോ മാറി മെസ്സി ഫാനായി. ടാറ്റു അടിക്കാം. അണ്ണാ ചുമ്മാ ഇവിടെ കൊറേ പുണ്ടച്ചോമാരുടെ പടി ഉണ്ടാക്കും ഇവിടെ കിടന്നു. ഇൻവേർട്ടർ നിങ്ങളടുത്ത് സംസാരിക്കാൻ കുറെ നേരമായിട്ട് നടക്കുന്നുണ്ട്. ഇൻവെർട്ടറാ? ഇൻവേർട്ടറോ? കുത്തിയിട്ട് ഞാൻ ചാർജ് കയറുമോ? ഇൻവേർട്ടറെ എന്നാ സംസാരിച്ചോ? ഇവന് കുറെ നേരമായല്ലോ സംസാരിക്കാൻ മുട്ടി നടക്കാം. ബ്രോ ചാർജ് ചെയ്യട്ടെ? ഹലോ ഹലോ ചാർജർ എന്റെ പേര് ദൃഷ്ടിക് ദുർനൻ. പറഞ്ഞോ. നമ്മുടെ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? ഇല്ലല്ല. സുഖാണോ? എനിക്ക് സുഖമാണ്. ഫുഡൊക്കെ കഴിച്ചല്ലേ? ഓ ഞാൻ ഫുഡ് കഴിച്ചു. ബ്രോ ഫുഡ് കഴിച്ചോ? കഴിച്ചു. പരിപാടിക്ക് പോണില്ലേ? പരിപാടി ഇപ്പഴല്ല, 12 മണിക്കാണ് പരിപാടി. ഓഹോ 12 മണിയാവോ? അതെ അതെ. അവനെ എന്നെ പോലെ വല്ലികരി വന്ന് സംസാരിക്കാൻ അറിയത്തില്ല. എന്തായാലും നന്നായി. കുറച്ചെങ്കിലും നല്ല ആൾക്കാർ വേണ്ട സിറ്റിയില്. ഹലോ ബാബുവിന്റെ അനിയൻ. എന്താ കാണണമെന്ന് പറഞ്ഞ എന്തിനാ? കാണുന്നതല്ല, ഞാൻ ഡീറ്റെയിൽ വന്നിട്ട് പുള്ളിനെ കാണാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ വരുമ്പോ പുള്ളിനെ പോവും. അവൻ കാണാതിരിക്കണാണ് നല്ലത്. പിന്നെ നീ ഡ്രസ്സിൽ കളിക്കുമല്ലോ സിറ്റിയില്. ബാബു ഇവിടെ ഇല്ല ആക്ച്വലി. ഹലോ. അവന് ഭയങ്കര ഈഗോ ഉണ്ട്. അവൻ അനിയൻ ആരില്ലെന്നാണ് അവൻ പറയണേ. അവൻ ഒറ്റ മോന്നാണ് പറയണത്. അവൻ എല്ലാവരും പറഞ്ഞു നടക്കണം. അവൻ പുള്ളിക്കാരിയായിട്ടില്ല. ഹലോ. ഇങ്ങോട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. മീനുട്ടി ഇന്നലെ നമ്മള് 2 പെമ്പിള്ളാരെ കണ്ട്. ഒന്ന് ദർശന, 2 അയ്യോ അതിന്റെ പേരെന്തുവായിരുന്നു? ഒരു മിനിറ്റ് സഹോദര, ഒരു മിനിറ്റ്. ഞങ്ങൾ കാര്യം പേഴ്സണലി സംസാരിച്ചോണ്ടിരിക്കുക. മറ്റേ കൊച്ചിന്റെ പേരെന്തായിരുന്നു? മറ്റേത് പേരെന്തായിരുന്നു? ഒരു മിനിറ്റ് ഇപ്പൊ റാശയായിരുന്നു അത്. ദർശനെ റാശയാണ്. റാശല്ല. ഒന്ന് ദർശന, 2 BV പാത്തു. ഇവര് 2 പേര് സിംഗിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ മീനൂട്ടിയുടെ അഭിപ്രായം എന്താ? ദർശന കണ്ടിട്ടില്ലേ? ദർശനയോ? പക്ഷെ കൊള്ളാം, നല്ല കുട്ടിയാ. നല്ല കുട്ടിയാ. ഞാൻ ദർശനം കാണുമ്പോ ഞാൻ എന്തായാലും മീനുട്ടിയെ പരിചയപ്പെടുത്തി തരാം.
പക്ഷെ സിംഗിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അറിയത്തില്ല റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്. ഏ ഒന്ന് എന്തായാലും മീനൂട്ടി ഒന്ന് അന്വേഷിക്കുക കേട്ടോ. ആ തിരക്കിയിട്ട് എന്തായാലും ഒന്ന് പറയണേ എന്നോട്. ഓക്കെ 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 ഓക്കെ. ഞാൻ 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 പറ. അയ്യോ കണ്ടില്ലല്ലോ, 10:53 മെസ്സേജ് വന്നായിരുന്നല്ലേ. ഞാൻ കഴിച്ചു. അയ്യോ 2 മെസ്സേജ് ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പോഴാ കണ്ടത്. അയ്യോ ഒരു മിനിറ്റ്. ഹലോ ഞാനാ സാഹിബേ, ഇന്ന സിറ്റിയില് വല്ല പരിപാടി ഉണ്ടെന്ന്. പിന്നെ ഇന്നല്ലേ പരിപാടി? മറ്റേ കോണം പറഞ്ഞ മറ്റേ ടോക്കിയോ ഇവിടെ ഇരിക്കണ്ട എടുത്ത് ഭിത്തിയിലിരുത്തട്ടാ. ആര്? മറ്റേ ടോക്കിയോ ഇല്ലേ, ടോക്കിയോ കുണ്ണിന്റെ ഗ്യാങ് എടുത്ത് ഭിത്തിയിലിരുത്തട്ടെ. എപ്പോഴായി പറ്റി? എവിടെന്ന് പറ, ഞങ്ങളങ്ങോട്ട് വരാം. നമ്മുടെ തീരത്തിന്റെ ഇവിടെ ഇരിക്കണ്ടോ അവര് ഫുഡ് കൂടി ഉണ്ട്. വലിയ ഭയങ്കര ഇടുന്ന സംസാരമൊക്കെ എടുത്ത് ഞങ്ങള് അടി കൊണ്ടിട്ട് വരുമെന്ന് പറയട്ടെ. ഞങ്ങളങ്ങോട്ട് വരുന്നു. എടാ ഗ്യാങ് വണ്ടി എടുത്തിട്ട് വരുവാടാ, ഗ്യാങ് വണ്ടി. എനിക്ക് പറക്കാൻ എണീക്കാൻ പറ്റുന്നില്ല. മീനുട്ടി ഞങ്ങൾക്കൊരു ചെറിയ പരിപാടി ഉണ്ട്, അവിടെ ഒന്ന് പോയിട്ട് വരാം. ആ ഓക്കെ. ആ അണ്ണ കേറ് ചന്ദ്ര അണ്ണ കേറല്ലേ? ഇത് ദർശനയാണോ? അല്ല 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 ഗുരുവിയാണല്ലേ? സോറി ഗുരുവി, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഗുരുവി. ഓ സുഖമാണ്, ഗുരുവി സുഖല്ലേ? ഓക്കെ ഗുരുവി, ഒരു ചെറിയ പരിപാടിക്ക് പോണം, പോയിട്ട് വരാവേ. ചോദിക്കരുത്, നാരദാണോ അത്? മതിയായില്ലല്ലോ, എത്ര കുട്ടികളെ പഠിക്കരുത്. പിന്നെ എന്തിനാണ് ഈ ഒട്ടി ഒട്ടി നടക്കണത്? അതെ മോളെ, ഞങ്ങളെ ചവിട്ടാവോ മോളെ? ആ ഓക്കെ. ചെറിയൊരു പരിപാടി ഉണ്ട്, പോയിട്ട് വരാവേ. എടാ എല്ലാരും ഗ്യാങ് വണ്ടി ഗ്യാങ് ഗ്യാങ് വണ്ടി ലോക്കല്ല ഇത്, ഇറങ്ങാൻ ചവിട്ടില്ല. ചവിട്ടി നാരദ ഹെൽത്ത് മീനൂട്ടിയാണ് ദർശനം. അയ്യോ മീനൂട്ടിയായിരുന്നു ദർശനം. ലെഫ്റ്റും റൈറ്റും കീ മൗസിലെ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നടാ. എക്സ് ഹോൾഡ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാം, അത് ഫുൾ പ്രാക്ടീസ്. എക്സ് ഹോൾഡ്, ഇത് ലെഫ്റ്റ് 1 2 3 4 5. ഞാൻ പ്രാക്ടീസ്. ആ ഇനി റൈറ്റ് 1 2 3 4 5 1 2 3. ഇനി അണ്ണാ വണ്ടി മൂവിങ് തന്നെ ആയിരിക്കണം. ഈ ബസ് ഒന്ന് മെല്ലെ അടുത്തോട്ടുണ്ടോ? അടുത്തോണ്ടാണ്, അത് തട്ട് രീതി കൊണ്ടുപോകണം. ഗ്യാങ് വണ്ടി എടുത്തിട്ടേ ടിഡിഎമ്മിന്റെ അടുത്ത് പോണം. എന്തിനു അടിയാ അവിടെ? ആര് പ്രശ്നം? സിറ്റുവേഷൻ ആയാ അതിന്റെ ഇടയ്ക്ക്? എനിക്കറിഞ്ഞോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ. എന്തൊക്കെയാണല്ലേ EMS ചവിട്ടിയ വേണമെന്ന് പറയണേ. ഞാൻ എത്ര ചവിട്ടിയതല്ലേ അളിയാ, നീ ഈ സൈഡ് വാക്ക് റോഡിൽ നിന്നിടാ, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടോ. നോക്കണം. അണ്ണ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്നെ ഊമ്പി നമ്മള്. അണ്ണ എവിടെ ഇടിച്ച് പറിച്ചേ? എനിക്ക് ഇറങ്ങാൻ പറ്റില്ലേ? ആ ഇല്ല അണ്ണ ഇടിച്ച് മറി. ഇവനടി
അണ്ണാ ഇടിച്ചു മാറി, വണ്ടി ഇടിച്ചു മാറി. ഇത്രേ ഉള്ളൂ. അപ്പോഴേ. എടാ, ഈ വണ്ടിന്ന് ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മലയാളമല്ലേ ഞാൻ പറഞ്ഞേ. അണ്ണ കൺട്രോൾ അടിച്ച് ഫ്രണ്ട് പോക്ക് വണ്ടിയിലെ. മുമ്പി പിള്ളേരെടുത്തിട്ട് ടോക്കിയാണ് ചോദിച്ചോ. ഞങ്ങൾ താലികൾ വിടല്ലേ, വലിയ മുടയാണോ അമ്മായി. ടോക്കിയോടെ സിറ്റുവേഷനാ. മരിച്ചെല്ലാരും എടാ ഞങ്ങൾ കൊരുത്തേ, ഗ്യാങ് കൊരുത്തേ, ആരും വരണേ. ചന്ദ്ര പുറകിലോട് പ്രശ്നോട് ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി. ഞാൻ പറഞ്ഞു മനസ്സിലേ. ചന്ദ്ര കേറ്. അണ്ണാ ഞാൻ ഇതൊന്നും എടുത്തിട്ടോട്ടെ. അപ്പൊ ഷീൽഡ് ആർമറുണ്ടാ. പിന്നെ എന്റെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ ഇതൊക്കെ എപ്പോഴും എടുത്ത് വെക്കൂടാ. എന്നാ വണ്ടിക്കകത്ത് ഡ്രോപ്പ് ചെയ്ത് ഒരു 10 എണ്ണം. എനിക്കുള്ളത് മാത്രമേ ഉള്ളൂ, 16 ആകെ. അതിനൊരു 5 നന്നായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ക്രോസ് കയറില്ല. അയ്യോ, ഒരു സെക്കൻഡ്. ചന്ദ്ര നീ എടുത്തിട്ടോ അപ്പോഴത്തേക്ക് ക്രോസ് കയർ തെറ്റിയട്ടെ. ഞാൻ മൂഞ്ചിയേ ഗൈസ്. ക്രോസ് കയർ അല്ലേ എനിക്ക് ഗൈസ്, ഞാൻ മൂഞ്ചിയേ. ക്രോസ് കയറിന്റെ സാധനം റീഇൻസ്റ്റാൾ ചെയ്യണം എനിക്ക്. ഇല്ല സെറ്റായി. വാ ചന്ദ്ര വാ, ഫയലിടണം അങ്ങോട്ട്. എന്താടാ ചത്തേരെ. ഡ്രിങ്കിങ് ബർബൺ ഷുഗർ എന്തിനൊക്കെ കുടിച്ച് തീരാ മോണെ. ഇപ്പൊ ആരാ വന്നാ ഇങ്ങോട്ട്? അതെ ഞങ്ങള് വണ്ടി എടുത്ത് പോവാ. വരുന്നോ? ആരെല്ലാം കേറുന്നോ? എന്തൊരു TDM മാർക്കിടാ ചന്ദ്ര. ഇതെന്താ റെഡ് കിടക്കുന്നേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മാർക്ക് കിടക്കുന്ന എന്താ? നേരെ പോയി. ഈ വൈൻവുഡ് ബോൾ ആണോ TDM? ഗലീലി ഒബ്സർവേറ്ററി. ഇത് 5020 അതെന്റെ. ഹലോ, അവന്റെ അടുത്ത് പറഞ്ഞ അന്ന് പോയത് ഇന്ന് വന്നല്ലേ, ഭിത്തിയിലെടുത്തിരുത്തുന്നു കണ്ടി ഗ്യാങ് എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എവിടെ ഉണ്ട്? ഞാൻ TDM അവന്മാര് പോയെണ്ണ. അതിന് പറയാനായിട്ടൊന്നുമില്ല എണ്ണ. ഞാൻ പറഞ്ഞ കണ്ടി ഗ്യാങ് ലീഡർ വരെ പറഞ്ഞിട്ട് അവൻ മൈൻഡ് ചെയ്തില്ല. ഇറ്റ്സ് ഓക്കെ എന്ന് എന്നോട്. എടാ അമ്മര് പോയെന്ന്. അണ്ണ എന്നെ സർപ്രൈസ് ചെയ്യുമെല്ലാം ബോണ്ട് പോകണോ ഇപ്പൊ നൈസായിട്ട്? ഓപ്പൺ ആയിട്ട് പറഞ്ഞോ? ഇതല്ലേ ഈ ഗലീലി ഒബ്സർവേറ്ററി അല്ലേ ഇത്? അതന്നെ. നീ കാറുകളാണെങ്കിൽ ഉണ്ടായിട്ട് പറഞ്ഞോ അണ്ണൻ. പറ. സർപ്രൈസിലാണോ? അല്ലല്ല സർപ്രൈസ് അല്ല. TDMനോട് അല്ല, എന്റെ അടുത്ത് സ്നൈപ്പാ പറഞ്ഞത്. KVയുടെ വണ്ടിയാണോ? കോമൺ വണ്ടിയോ? അവര് പിണങ്ങി പോയെന്ന്.
അണ്ണാ ഒരു 5 ആർമർ ഉണ്ട്. ആർമർ എടാ, നീ എടുത്തില്ല ഇതുവരെ അകത്ത് പോയി? ഇല്ല, ഞാൻ വിചാരിച്ച തരുമെന്ന്. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലടാ വെളിയിൽ പോയേ. ഇല്ല അണ്ണാ അത് പറഞ്ഞ കേട്ടില്ല. 5 വണ്ടിക്കകത്ത് ഇട്ടാ എന്റെ കയ്യിൽ ആകെ 15 ഉള്ളു എന്റെ. 5 മതി. 5 ഇഷ്ടം പോലെ ഉള്ളവന്മാരെ പിരികെ പോയ സ്ഥിതിക്കേ നമുക്കൊരു ഉണ്ണേ കളിക്കാം. ഒരു കോടിക്കേ അയ്യേ ഞാനില്ല. അണ്ണാ 1 കോടി എനിക്ക് വേണ്ട. ഇതാരെ പെലോടെ അടിയന്തിരം ഇത്? ഇതാണ് അങ്ങേരുടെ വീട്. എന്റെ ഫോട്ടോ പോയാട്ടാ സ്ക്രീൻ ചെയ്ത്. എനിക്ക് നിങ്ങളെ കമന്റ് ലോഡാവുന്നില്ല. ഒരു സെക്കൻഡ് നിങ്ങളെ കമന്റ് നടത്തോട്ടെ. അണ്ണാ അങ്ങോട്ട് പോയോ? എവിടേക്ക് മന്ദാരം? നമ്മുടെ വണ്ടി അടുത്തുണ്ടോ? ടോക്കിയോ അവര് പോയി പോയാ? കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് ടോക്കിയോ മറിയാനാക്കിയല്ല പേര് കണ്ടാ. കാരണം അവന്മാരുടെ ലീഡർ ഒരു കണ്ടി എന്നവരെ പറഞ്ഞു. അവന്മാര് തിരിഞ്ഞു വല്ലതും നോക്കിയില്ല. അവന്മാര് ഓക്കെ ബ്രോ. ഇന്ന് പോയവന്മാരാണ്, ഇന്നാണ് സിറ്റി കയറുന്നത് അവന്മാര് കള്ളന്മാര്. അയ്യോ, ഇത് ഏത് gang? കൈ വെച്ച് കൊടുത്താൽ പോലും കടിക്കൂല ഇപ്പൊ. ഇത് മറ്റേ ടോക്കിയോ അമ്മമാരാണോ? അത് അത് തന്നെ മറിയാനോ ടോക്കിയോ മറിയാനോ. എടാ, ടി വി അല്ലാണ്ട് ടോപ്പ് 3 ഗാങ്സ് ഏതാണ് യുവർ ഒപ്പീനിയൻ? ബ്രോ കറന്റ് ടി വി അല്ലാണ്ട് എനിക്ക് നല്ല കൺഫേർ ഉള്ള ഗാങ്സും അല്ലെങ്കിൽ നല്ല ഇതായിട്ടുള്ള ഗാങ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് KVA, പിന്നെ T47, സറാറെ. നീന്താ അല്ലെന്താ കോച്ചേ ഞാൻ വന്നു. ഒരിടത്തില്ല, നിങ്ങളാണോ? ബെല്ലാരി ഉണ്ട്. ബെല്ലാരി ഇപ്പം ഞാൻ ഇപ്പൊ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ ആക്റ്റീവ് അല്ല ബെല്ലാരി. അതുകൊണ്ടാണ് ഞാൻ ഈ സിറ്റിയിലെ കാര്യം പറഞ്ഞത്. മൊത്തത്തിൽ കമ്മ്യൂണിറ്റിയിലെ കാര്യമൊന്നും ഞാൻ പറയണേ. ഇവിടുത്തെ 3 പേര് മാസൊന്നും ഇപ്പൊ ഇവിടെ കളിക്കുന്നില്ലല്ലോടാ. മാസൊന്നും ഇവിടെ കളിക്കുന്നില്ലല്ലോ. ഇവിടെ ആരും ആക്റ്റീവ് അല്ലല്ലോ. ഇപ്പൊ കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ളതില് 3 ഇതെന്ന് പറഞ്ഞ അടി തുടങ്ങി. ഇത് ഇപ്പൊ സ്റ്റാർട്ടാവും. എടാ എന്റെ മാസമുണ്ട് ഒന്നിനാണ് നിങ്ങളിപ്പോ കാണാൻ പോണേ. അണ്ണാ എത്ര സിയർ? എന്ത് എത്ര സിയർ നോക്കി ഇതൊക്കെ ചലഞ്ചസ്? എത്ര സിയറിന്? 1 കോടി. അണ്ണാ ഞാൻ റൂമിലിട്ടാ. അണ്ണാ 15 റൗണ്ടിനെ കാണാൻ കയറാവോ? ഞങ്ങൾ കാണാൻ കയറട്ടെ. ഇല്ല അണ്ണാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അണ്ണാ 1YS കോഡ് ക്യാപിറ്റലാണ്. ജോയിൻ 1 Y for yellow, S for Shamsi. അയ്യോ, കളി തുടങ്ങിയോ? എല്ലാരും കൂടി അവിടെ എന്താണ് ചെയ്യുന്നത്? എന്റെ അമ്മോ, ഷീൽഡ് പൊട്ടിപ്പോയിട്ട്. ഹലോ അപ്പൊ അങ്ങനെ നീതി വെക്കാൻ പറ്റത്തില്ല. അന്ന് വേണ്ടിന്ന് പോയിട്ട് എന്റെ അമ്മോ, എടാ എന്റെ അന്നേരം തന്നെ ഇത് പൊട്ടിപ്പോടാ. ഇവിടെ 2 ഡിങ്ക് ഹലോ ഒന്ന് ഓണാക്കോ?
എടാ ഓണാക്കണോ? പുറത്ത് വൺ വേ എടുത്തിരുന്ന് ഊമ്പടാ. ഇതെന്താ അവിടെ എന്തോ സാധനം ഇല്ലേ? ഇതെന്തോ ഇങ്ങനെ? എടാ അതെന്താ അങ്ങനെ? അവിടെ ഒരു സാധനം ഇല്ലേ? ഈ പുണ്ടച്ചി കിടന്ന് മറ്റേ മൂവ്മെന്റ് ഒക്കെ ഇടുന്നുണ്ടാ? വരച്ച് കേട്ടോ ഞാൻ അവിടെ കിടന്നു. ഞാൻ ഇതൊന്ന് ഇപ്പുറത്തോട്ട് വെച്ചോട്ടെ ഒരു സെക്കൻഡ്. സ്പീഡ് ബൂസ്റ്റ് ചെയ്യണ പൊലയാടി. അതെ പുണ്ടച്ചി സ്പീഡ് ബൂസ്റ്റ് ചെയ്യണ കണ്ട പൊലയാടി. അവനെ എടുത്തു കേട്ടാ.